തദ്ദേശ വോട്ടെടുപ്പിന്റെ ആദ്യഘട്ടത്തിൽ തരക്കേടില്ലാത്ത പോളിംഗാണ് ഇന്ന് നടന്നത്. 7 ജില്ലകളിലും ആവേശത്തിനൊട്ടും കുറവുണ്ടായില്ല. നിയമസഭാ പോരാട്ടത്തിന്റെ ആദ്യ സെമിയായി കണ്ടുതന്നെ പരമാവധി വോട്ടർമാരെ ബൂത്തിലെത്തിക്കാൻ മുന്നണികൾ മത്സരിച്ചു. മിക്കയിടത്തും മത്സരം പൊടിപാറിയെങ്കിൽ തലസ്ഥാനത്ത് പാറിയത് തീപ്പൊരിയാണ്. സംസ്ഥാനത്തെ ഏറ്റവും വീറും വാശിയുമുള്ള മത്സരം നടക്കുന്ന തിരുവനന്തപുരം കോർപ്പറേഷൻ പരിധിയിൽ തെരഞ്ഞെടുപ്പ് ദിവസവും വിവാദങ്ങൾക്ക് കുറവുണ്ടായില്ല. വോട്ടെടുപ്പ് നടക്കുന്നതിനിടെ പ്രീ പോൾ സർവേ ഫലം സാമൂഹ്യ മാധ്യമത്തിലൂടെ മുൻ DGPയും BJP സ്ഥാനാർത്ഥിയുമായ R ശ്രീലേഖ പങ്കുവച്ചത് അത് ചെയ്യരുത് എന്നവർക്ക് അറിവില്ലാത്തത് കൊണ്ടല്ല. ശ്രീലേഖയുടെ ചട്ടവിരുദ്ധ നടപടി തൃശൂർ മോഡലിൽ തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിക്കാനായിരുന്നോ? ഉച്ച കഴിഞ്ഞതോടെ അനന്തപുരി പോരിൻ്റെ വീറും വാശിയും പലയിടത്തും സംഘർഷത്തിലേക്കും വഴിമാറി. അതിനാടകീയ സംഭവ വികാസങ്ങൾക്കൊടുവിൽ എന്താണ് തിരുവനന്തപുരത്തെ കാത്തിരിക്കുന്നത്? പെട്ടിയിലായ ജനവിധി ആർക്ക് അനുകൂലമാകും? പരിശോധിക്കാം RDX റാപ്പിലൂടെ. കോർപ്പറേഷൻ നിലനിർത്താൻ LDF, പിടിച്ചെടുക്കാൻ NDA, നില മെച്ചപ്പെടുത്താൻ UDF. തലസ്ഥാനത്തെ എൽ ക്ലാസിക്കോ പോരാട്ടം എന്തായാലും അത്ര ക്ലാസ് ആയില്ല. ത്രില്ലർ പോരിന് ചൂടും ചൂരുമേകാൻ മുന്നണികൾ കൈമെയ് മറന്നപ്പോൾ വിവാദങ്ങൾക്ക് പഞ്ഞമുണ്ടായില്ല. ശാസ്തമംഗലത്തെ BJP സ്ഥാനാർത്ഥി കൂടിയായ മുൻ DGP R ശ്രീലേഖ രാവിലെ കോർപ്പറേഷനിലെ ലീഡ് നില സംബന്ധിച്ച് പ്രീ പോൾ സർവേ ഫേസ്ബുക്കിലൂടെ പുറത്തുവിട്ടാണ് വിവാദങ്ങളുടെ കുടം തുറന്നത്. നീക്കം ചട്ടവിരുദ്ധമാണെന്ന് ചൂണ്ടിക്കാട്ടി UDF തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിച്ചു. പിന്നാലെ കമ്മീഷൻ സൈബർ പോലീസുമായി ബന്ധപ്പെട്ടതിനെ തുടർന്നാണ് ശ്രീലേഖ പോസ്റ്റ് പിൻവലിച്ചത്. സംഭവം ഗൗരവതരമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിലയിരുത്തി. മറ്റാരോ ചെയ്ത സർവേ ഫലം പങ്കുവയ്ക്കുകയാണ് ചെയ്തത് എന്നായിരുന്നു ശ്രീലേഖയുടെ വാദം. പോളിംഗ് കഴിയും മുൻപേ പ്രീ പോൾ സർവേ ഫലം പ്രസിദ്ധീകരിക്കരുതെന്ന സുപ്രീം കോടതിയുടെയും തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെയും മാർഗനിർദ്ദേശം നിലനിൽക്കവെയാണ് മുൻ IPS ഉദ്യോഗസ്ഥയുടെ നടപടി. ശക്തമായ ത്രികോണ മത്സരം നടക്കുന്ന വഞ്ചിയൂരിൽ കള്ളവോട്ട് നടന്നെന്ന BJP ആരോപണം വാക്കേറ്റത്തിനും കയ്യങ്കളിക്കും വഴിവെച്ചു. ട്രാൻസ്ജെൻഡേഴ്സിനെ ഉപയോഗിച്ച് കള്ളവോട്ട് നടത്തിയെന്ന ആരോപണം CPIM നിഷേധിച്ചു. RDX റാപ്പ് ന്യൂസ് മലയാളം. ശാസ്തമംഗലത്തെ BJP സ്ഥാനാർത്ഥിയും മുൻ DGPയുമായ R ശ്രീലേഖ പ്രീ പോൾ സർവേ ഫലം പങ്കുവച്ചത് പെരുമാറ്റച്ചട്ട ലംഘനമാണെന്ന് മന്ത്രി V ശിവൻകുട്ടി പറഞ്ഞു. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആവശ്യമായ നടപടി സ്വീകരിക്കണമെന്നും ശിവൻകുട്ടി ആവശ്യപ്പെട്ടു. അതെ, തെരഞ്ഞെടുപ്പ് സർവേ ഫലങ്ങൾ ഇപ്പോൾ അങ്ങനെ ഒരു നിയമമുണ്ട്. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം മാത്രമേ സർവേ ഫലങ്ങൾ പുറത്തു പറയാൻ വേണ്ടി പാടുള്ളൂ എന്ന് വെച്ചാൽ അത് നിയമപരമായി പ്രശ്നമാണ്. കോഡ് ഓഫ് കോണ്ടാക്റ്റിൻ്റെ ലംഘനമാണ്. അത് ബന്ധപ്പെട്ട അധികാരികൾ ആവശ്യമായ നടപടി സ്വീകരിക്കുമെന്ന് പ്രതീക്ഷിക്കാം. R ശ്രീലേഖയ്ക്കെതിരെ കടുത്ത നടപടി വേണമെന്ന് UDFും ആവശ്യപ്പെട്ടു. ശ്രീലേഖയുടെ സമൂഹ മാധ്യമ പോസ്റ്റ് നിഷ്കളങ്കമല്ല എന്ന് കവടിയാറിലെ UDF സ്ഥാനാർത്ഥി K ശബരിനാഥൻ കുറ്റപ്പെടുത്തി. മാഡം വക്തപ്പോൾ ഒരാളൊക്കെ പ്രത്യേകിച്ച് ഇത്ര ഉന്നത പോസ്റ്റ് ഇരുന്ന ഒരാൾ ഇതറിയാതെ ചെയ്യുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അത്രേ പറയുന്നുള്ളൂ. ഇതൊന്നും അറിയാതെ നിഷ്കളങ്കമായിട്ടൊരു പോസ്റ്റാണെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ ആ പോസ്റ്റ് വായിക്കുന്ന ആൾക്കാർക്ക് അതിൻ്റെ ഒരു പൊളിറ്റിക്സ് അത് മനസ്സിലായിട്ടുണ്ട്. ആ പോസ്റ്റിന് അതിൽ കൊടുത്തിരിക്കുന്ന കോൺഗ്രസിൻ്റെ നമ്പർ കണ്ടോ. അപ്പോൾ അവർ ഭയക്കുന്ന ആരാണെന്നുള്ള രാഷ്ട്രീയം കൂടി ആ പോസ്റ്റിനകത്തുണ്ട്. തിരുവനന്തപുരം വഞ്ചിയൂരിൽ CPIM BJP സംഘർഷമുണ്ടായി. ഇന്ന് CPIM പ്രവർത്തകർ കള്ളവോട്ട് ചെയ്തു എന്ന ആരോപണമാണ് സംഘർഷത്തിൽ കലാശിച്ചത്. വഞ്ചിയൂർ ഡിവിഷനിലെ രണ്ടാം ഭാഗത്ത് റീപോളിംഗ് നടത്തണമെന്ന് BJP തിരുവനന്തപുരം സിറ്റി ജില്ലാ അധ്യക്ഷൻ കരമന ജയൻ ആവശ്യപ്പെട്ടു. CPIM പ്രവർത്തകർ 100-ലേറെ കള്ളവോട്ട് ചെയ്തെന്നും കരമന ജയൻ ആരോപിച്ചു. രാവിലെ മുതൽ വ്യാപകമായിട്ടുള്ള കള്ളവോട്ട് ആസൂത്രിതമായി പോലീസിൻ്റെയും ഉദ്യോഗസ്ഥന്മാരുടെയും പിന്തുണയോടുകൂടി കൃത്യമായിട്ടും നമ്മൾ സ്പെസിഫിക് ചെയ്ത കള്ളവോട്ടുകൾ തന്നെ ഇവിടെ നടത്താൻ ഇവർ ധൈര്യം കാണിച്ചിരിക്കുകയാണ്. ഇത് പഴയ കാലമല്ല, ഇത് പഴയ CPIMന്റെ ഗുണ്ടായിസം കാണിക്കാനുള്ള കാലങ്ങളൊക്കെ കഴിഞ്ഞുപോയി. ഇത് BJP ശക്തമായി തന്നെ നേരിടും. നിയമപരമായിട്ടുള്ള യാതൊരു അറ്റം വരെയും പോകാനും ഈ റീപോളിംഗ് ഈ തെരഞ്ഞെടുപ്പ് നടത്താനും BJP ശക്തമായി മുന്നോട്ട് വരുമെന്ന് അറിയിക്കുകയാണ്. BJPയുടെ നീക്കം പരാജയ ഭീതി കൊണ്ടാണെന്ന് CPIM സ്ഥാനാർത്ഥി വഞ്ചിയൂർ ബാബു ആരോപിച്ചു. വോട്ടർ പട്ടികയിലുള്ളവരാണ് വോട്ട് ചെയ്യാനെത്തിയത്. വോട്ട് ചെയ്യാനെത്തിയ ട്രാൻസ്ജെൻഡേഴ്സിനെ BJP പ്രവർത്തകർ കൂവി അപമാനിച്ചെന്നും വഞ്ചിയൂരിലെ LDF സ്ഥാനാർത്ഥി കൂടെയായ വഞ്ചിയൂർ ബാബു ആരോപിച്ചു. ആദ്യം അവരെ കൂവി, പിന്നെ അവരവിടെ വെച്ച് അവരെ എന്തോന്ന് കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ചു. അതിന് കൂവിയതിന് ശേഷമാണ് അവർ പരാതി തയ്യാറായിക്കൊണ്ടിരുന്നത്.
അതിനുശേഷം അവർ പറഞ്ഞത് അത് രണ്ടും സ്ത്രീകളാണ്. അവരുടെ ആവശ്യം അതാണ്. അവരുടെ ആവശ്യം റീപോളിംഗ് നടക്കുക, കുളം കലക്കി അത് പരിന്തിന് കൊടുക്കുക, അവർക്ക് കിട്ടിയില്ലെങ്കിലും വേണ്ടില്ല എന്നുള്ള സമീപനമാണ് BJPക്ക്. അതാണ് കാര്യങ്ങൾ ബിനിലെ. അതായത് ഇങ്ങനെ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരത്ത് ഒരു സംഭവം ഉണ്ടായത് അത്ഭുതപ്പെടാനൊന്നുമില്ല. കാരണം കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള അങ്ങേയറ്റം ശക്തിയായിട്ടുള്ള പോര് നടക്കുന്ന മത്സരം നടക്കുന്ന സ്ഥലമാണ് തിരുവനന്തപുരം, പ്രത്യേകിച്ചും BJPയും ഇടതുപക്ഷവും തമ്മിൽ. അപ്പോൾ എങ്ങനെ കാണണം അതിനെ? ഉറപ്പായും എനിക്ക് ഇത് ടോട്ടാലിറ്റിയിൽ ആ ബൈറ്റുകളും ആ വിഷ്വൽസും മാത്രം കാണുമ്പോൾ എൻ്റെ മനസ്സിൽ തോന്നുന്നത് നമ്മൾ ഫ്രം ദ ഡേ 1 ഇതുവരെ വോട്ടെടുപ്പ് കഴിയുന്ന അവസാനം വരെ നമ്മുടെ വാർത്തകളുടെ ഒരു 65% കൊണ്ടുപോയത് തിരുവനന്തപുരം. കറക്റ്റ്. അതെ, സ്വാഭാവികമായും തിരുവനന്തപുരം സംസ്ഥാനത്തിൻ്റെ തലസ്ഥാനം എന്ന നിലയിൽ കൂടുതൽ ശ്രദ്ധ ലഭിക്കുന്നുണ്ട്. അവിടുത്തെ ഓരോ ചെറിയ വിഷയത്തിനും വാർത്താ പ്രാധാന്യം അധികമായി ലഭിക്കുന്നുണ്ട്, അതൊരു വസ്തുതയാണ്. പക്ഷേ അതിനപ്പുറത്തേക്ക് വളരെ കോറായിട്ടുള്ള പ്രശ്നങ്ങൾ, വിവാദങ്ങൾ, വിഷയങ്ങൾ, ചർച്ചകൾ എല്ലാം അവിടെ നടന്നു എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അത് ഫ്രം ദ ഡേ 1 അല്ലെങ്കിൽ അതിനു മുൻപ് ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് മുൻപ് BJPയിൽ അവിടെ ഉണ്ടായിട്ടുള്ള സംഭവ വികാസങ്ങൾ, അവിടുത്തെ ആ കൗൺസിലറായിരുന്ന സഹോദരൻ്റെ ആത്മഹത്യ, തിരുമല അനിലിൻ്റെ ആത്മഹത്യ, അതിനുശേഷം ഉണ്ടായിട്ടുള്ള RSS പ്രവർത്തകൻ്റെ ആത്മഹത്യ, ആനന്ദിൻ്റെ ആത്മഹത്യ, പിന്നീട് വന്നിട്ടുള്ള K ശബരിനാഥൻ്റെ സ്ഥാനാർത്ഥിത്വം. അതായത് സംസ്ഥാനത്ത് ആദ്യമായി സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിക്കപ്പെടുന്നത് തിരുവനന്തപുരം കോർപ്പറേഷനിൽ UDFൻ്റെ സ്ഥാനാർത്ഥികളെയാണ്. ശബരിനാഥനിലൂടെയാണ് അത് വലിയ വാർത്താ പ്രാധാന്യത്തിലേക്ക് വന്നത്. പിന്നീടാണ് ആ ഫൈറ്റ് ടൈറ്റായി വന്നത്. മറ്റ് മുന്നണികളെല്ലാം തന്നെ സ്ഥാനാർത്ഥികളെ നേരത്തെ തീരുമാനിച്ചു വെച്ചിരുന്നെങ്കിൽ പോലും അത് പ്രഖ്യാപിക്കുന്നതിലൂടെ അങ്ങനെ ഒരു വാർത്താ പ്രാധാന്യം ഉണ്ടായി. CPIMനെ സംബന്ധിച്ചും അവർ വളരെ അഗ്രസീവായിട്ടുള്ള ക്യാമ്പയിൻ നടത്തിക്കൊണ്ട്, പ്രത്യേകിച്ച് മുഖങ്ങളെ ഉൾപ്പെടെ ഇറക്കിക്കൊണ്ടുള്ള ക്യാമ്പയിൻ നടത്തുകയും ചെയ്തു. പിന്നീട് വന്നിട്ടുള്ളത് വൈഷ്ണയുടെ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയായിട്ടുള്ള വൈഷ്ണയുടെ സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ടുള്ള വിവാദങ്ങൾ. അങ്ങനെ നമ്മൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡേ ബൈ ഡേ, പിന്നെ ശ്രീലേഖയുടെ IPS എന്ന പോസ്റ്ററിൽ അടിച്ചു വെച്ചത് അത് മാറ്റാനായിട്ടുള്ള ഉത്തരവ് വന്നത്, ഇപ്പോൾ ഈ ഇന്നത്തെ വിവാദം, ശ്രീലേഖയുമായി ബന്ധപ്പെട്ടുള്ള വിവാദം അടക്കം, ഈ സംഘർഷങ്ങളടക്കം എനിക്ക് തോന്നുന്നു നമ്മുടെ ഇലക്ഷൻ വോട്ടെണ്ണൽ ദിവസവും ഏറ്റവും പ്രധാനപ്പെട്ട ശ്രദ്ധാകേന്ദ്രമായി പോകുന്നത് തിരുവനന്തപുരമായിരിക്കും. അത് തിരുവനന്തപുരത്തിന് ഇത്തവണ ഈ 3 മുന്നണികളും നൽകുന്ന രാഷ്ട്രീയ പ്രാധാന്യത്തിൻ്റെ കൂടെ പശ്ചാത്തലമുണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം പൊതുവിൽ പറയാറുണ്ടല്ലോ, തിരുവനന്തപുരം പിടിക്കുന്നവർ സംസ്ഥാനം പിടിക്കും എന്നുള്ള ഒരു വിശ്വസിക്കുന്നോ അവിശ്വാസിയാകുന്നോ, അതങ്ങനെ ഒരു വിശ്വാസം പൊതുവിൽ രാഷ്ട്രീയക്കാർക്കിടയിൽ നിൽക്കുന്നുണ്ട്. പണ്ട് 13ാം നമ്പർ വീടും കാറും ആരും എടുക്കില്ല എന്ന് പറയുന്ന പോലത്തെ ഒരു വിശ്വാസം രാഷ്ട്രീയക്കാർക്കിടയിൽ നിൽക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് പരമാവധി ഫൈറ്റ് ചെയ്യുക, പരമാവധി സീറ്റ് പിടിക്കുക എന്നുള്ളത് 3 മുന്നണികളെ സംബന്ധിച്ച് പ്രധാനമാണ്. അതുകൊണ്ടാണ് ഇത്രയും കളർഫുൾ ആയിട്ടുള്ള ഇലക്ഷൻ അവിടെ നടക്കുന്നതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതെ, അത് തന്നെയാണ്. അതായത് അവിടെ നമ്മൾ പ്രതീക്ഷിച്ചാണ് ഇപ്പോൾ ഇങ്ങനൊരു സംഭവം, ഈ പറഞ്ഞ നമ്മളിപ്പോൾ ഇതിനകത്ത് കാണിച്ച തല്ല് തൊട്ട് ഈ പറയുന്ന ശ്രീലേഖയുടെ വഴിവിട്ട ഈ ശരിയല്ലാത്ത പോസ്റ്റ് വരെയുള്ള കാര്യങ്ങൾ അവിടെ സംഭവിക്കുന്നതിൽ അത്ഭുതമില്ല. കാരണം ഈ പറഞ്ഞ രാഷ്ട്രീയ പ്രാധാന്യത്തിനകത്തുണ്ട്. ഇതിനകത്ത് നമ്മൾ ശബരിനാഥൻ്റെ ബൈറ്റും നമ്മൾ കണ്ടില്ലേ. ശബരിനാഥൻ വളരെ കൃത്യമായിട്ടും വസ്തുതാപരമായിട്ടും അതിനകത്ത് പറഞ്ഞു എന്നെനിക്ക് തോന്നി. 2 പോയിൻറ്റും അദ്ദേഹം പറഞ്ഞു. ഒന്ന്, ശ്രീലേഖ അറിയാതെ ചെയ്തതല്ല. 2, അതിനകത്ത് അദ്ദേഹത്തിൻ്റെ പൊളിറ്റിക്സ് അദ്ദേഹം വെക്കുകയും ചെയ്തു. കോൺഗ്രസിൻ്റെ നമ്പർ കണ്ടില്ലേ, ഞങ്ങളെയാണ് ഭയപ്പെടുന്നത് എന്നുള്ള കാര്യം വ്യക്തമായി. അപ്പോൾ ശബരിനാഥിൻ്റെ വളരെ ചെറുതാണെങ്കിലും വളരെ കൃത്യമായിട്ടുള്ള പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു മറുപടിയായി. ആ പോസ്റ്റിൽ നിലവിൽ കിട്ടിയ നമ്പർ വെച്ചിട്ടുണ്ട് കേട്ടോ, നിലവിലെ നമ്പർ വെച്ചിട്ടുണ്ട്, കുറച്ചിട്ടില്ല, കൂട്ടിയിട്ടില്ല. എന്നാലും അത് അദ്ദേഹം പറയുന്നതിൽ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ബുദ്ധി അതിനകത്ത് പ്രകടമാണ്. ഇതിനകത്ത് ശ്രീലേഖയെ പറ്റി അദ്ദേഹം പറഞ്ഞ കാര്യം ഞാൻ വിശ്വസിക്കുകയാണ്. ശ്രീലേഖ ഇത് അറിയാതെ പോസ്റ്റ് ചെയ്താണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. തെരഞ്ഞെടുപ്പ് ദിവസം, വോട്ടിംഗ് ദിവസം സ്ഥാനാർത്ഥിയുടെ, അതും ഇത്രമേൽ ഹൈ പ്രൊഫൈലുള്ള ഒരു സ്ഥാനാർത്ഥിയുടെ ഫേസ്ബുക്ക് പോസ്റ്റായിട്ട് വരുന്നതിനെ കുറിച്ചിട്ട് അവരുടെ പാർട്ടിയും മറ്റ് നേതാക്കളൊന്നും ആലോചിച്ചിട്ടില്ല. പെട്ടെന്നൊരു തോന്നലങ്ങ് എടുത്തിട്ടതാണ് എന്ന് പറഞ്ഞാൽ ഒരാളും വിശ്വസിക്കില്ല. രാഷ്ട്രീയത്തിൻ്റെ പ്രാഥമികമായിട്ടുള്ള കാര്യങ്ങൾ അറിയാവുന്ന ഒരാളും വിശ്വസിക്കില്ല. പക്ഷേ അതിനകത്ത് അവർക്ക് എന്തെങ്കിലും ദോഷമൊന്നും അതുകൊണ്ട് ഉണ്ടാകില്ല. എന്താണെന്ന് വെച്ചാൽ അവർ IPS ഉപയോഗിക്കരുതെന്ന് പറഞ്ഞതിന് ശേഷവും IPS ഉപയോഗിച്ച് പോസ്റ്റ് അടിച്ചിട്ടുണ്ട് എന്നുള്ള വാർത്ത കഴിഞ്ഞ ദിവസം വന്നിരുന്നല്ലോ. അപ്പോൾ എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഞാൻ എപ്പോഴും ഇത്തരം കാര്യങ്ങൾ BJP നേതാക്കളുടെ ഭാഗത്തുനിന്നുണ്ടാകുമ്പോൾ ആലോചിക്കുന്ന ഒരു കാര്യം, BJP പ്രചണ്ഡമായിട്ട് രാജ്യത്താകെ വന്ന 2014 തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാൻ വേണ്ടി പോയ പ്രധാനമന്ത്രി, അന്ന് പ്രധാനമന്ത്രി ആയിട്ടില്ല, പ്രധാനമന്ത്രി നരേന്ദ്രമോദി, ഇന്നത്തെ പ്രധാനമന്ത്രിയുള്ള നരേന്ദ്രമോദി അദ്ദേഹത്തിൻ്റെ ബൂത്തിൽ വോട്ട് ചെയ്ത് തിരിച്ചറിഞ്ഞ ശേഷം ഒരു ചെറിയ അദ്ദേഹത്തിൻ്റെ പാർട്ടിയുടെ ചിഹ്നമായുള്ള താമര സ്വന്തം നെഞ്ചോട് ചേർത്ത് വെച്ചിട്ട് സെൽഫി എടുത്തു. സെൽഫിയൊക്കെ അന്ന് 2014 സെൽഫി എടുത്തു, അത് പോസ്റ്റ് ചെയ്യുകയോ മറ്റോ ചെയ്തു. വലിയ വിവാദമായി. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിനകത്ത് വോട്ട് ചെയ്യുന്ന പോളിംഗ് ബൂത്തിൻ്റെ പരിസരത്ത് ഇത്ര സ്ഥലത്തിനകത്ത് ചിഹ്നങ്ങൾ പ്രദർശിപ്പിക്കരുത് എന്നാണല്ലോ നമ്മൾ കണ്ട കാലം തൊട്ടുള്ള നിയമം. അതാണ് ആ നിയമം അത്രയും ഹൈ പ്രൊഫൈലുള്ള സ്ഥാനാർത്ഥി ലംഘിച്ചു. പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി തന്നെയായിട്ടുള്ള, പിന്നീട് 10 വർഷത്തിലേറെയായിട്ട് ഇപ്പോൾ ഭരിക്കുന്ന പ്രധാനമന്ത്രി, അത്രയും വലിയ രാഷ്ട്രീയ നേതാവ് അതങ്ങ് ലംഘിച്ചു. കൂളായിട്ട് മുഖ്യമന്ത്രിയായിരുന്ന ഒരു വ്യക്തി. അതിന് തൊട്ട് മുമ്പ് എത്രയോ വർഷം മുഖ്യമന്ത്രി ആയിരുന്ന ആൾ ഗുജറാത്തിൽ. അപ്പോൾ രാഷ്ട്രീയം
അദ്ദേഹം ഒരു ടീനേജ് കഴിഞ്ഞത് കാലം മുതൽ തന്നെ രാഷ്ട്രീയക്കാരനായിട്ടില്ല. രാജ്യത്തെ ഇത്തരം നിയമങ്ങളെല്ലാം നന്നായിട്ട് അറിയാവുന്ന അദ്ദേഹം വളരെ കൂളായിട്ട് ഇതങ്ങ് ലംഘിച്ചു. അത് കുറച്ചൊക്കെ ചെറിയ പ്രശ്നങ്ങളൊക്കെ ആയി, വലിയ ചർച്ചയും വിവാദമൊക്കെ ആയി. പക്ഷേ പ്രചണ്ഡമായിട്ടുള്ള വരവായിരുന്നു BJP, അദ്ദേഹം പ്രധാനമന്ത്രിയായി, പിന്നെ ഇതങ്ങ് പോയി. അപ്പോൾ ഈ നിലനിൽക്കുന്ന നിയമങ്ങളെയും ചട്ടങ്ങളെയും ലംഘിക്കുക എന്നത് BJP നേതാക്കളെ സംബന്ധിച്ചിടത്തോളം സാധാരണമായ കാര്യമാണ്. അതുകൊണ്ടുണ്ടാക്കാവുന്ന ആ ഡ്രാമ തങ്ങൾക്ക് അനുകൂലമായിട്ടാണ് വരിക എന്നത് ഈ BJP നേതൃത്വത്തിൻ്റെയും പ്രവർത്തകരുടെയും ഒരു പ്രധാനപ്പെട്ട ചിന്തയാണ് എന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. ഇപ്പോൾ സോഷ്യൽ മീഡിയയിലേക്ക് എഴുതുന്ന ആളുകളാണെങ്കിൽ, അല്ലെങ്കിൽ വർത്തമാനം പറയുന്നത്, ഇപ്പോഴത്തെ BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരൻ ഈ കളമശ്ശേരിയിൽ ചെറിയ ബോംബ് സ്ഫോടനം ഉണ്ടായപ്പോൾ നമുക്ക് ഓർമ്മയില്ലേ പറഞ്ഞ എന്താണെന്ന്? വളരെ അങ്ങേയറ്റം ഞെട്ടിപ്പോകുന്ന തരത്തിലാണ് അതൊരു വർഗീയ കമ്മ്യൂണൽ ആംഗിൾ ആദ്യം തന്നെ നൽകിയിട്ട് അതിനില്ലാതിരുന്നൊരു ആംഗിൾ നൽകിയിട്ട് സംസാരിച്ച ആളാണ്. അങ്ങനെ പലപ്പോഴും ഈ ഞെട്ടലുണ്ടാക്കുന്ന സംഗതികൾ ചെയ്യുക, രാജ്യത്ത് നിലവിലുള്ള നിയമങ്ങളെ അങ്ങ് ലംഘിച്ച് കളയുക എന്നുള്ളത് ഏറ്റവും മുകളിൽ തൊട്ട് താഴെ വരെ വലിയ ഞെട്ടലുണ്ടാകുന്ന സംഭവങ്ങൾ തൊട്ട് ചെറു ഞെട്ടലുണ്ടാകുന്ന സംഭവങ്ങൾ വരെ ഇവർ ചെയ്യും. അത് ചെറു ഞെട്ടലുണ്ടാകുന്ന ഒരു സംഭവമാണ് ശ്രീലേഖ ചെയ്തത്. ശബരിനാഥൻ വളരെ കൃത്യമായിട്ടാണ് അത് പറഞ്ഞതെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അത് അവരറിയാതെ ചെയ്തതല്ല, അറിഞ്ഞുകൊണ്ട് തന്നെ. ഇതിപ്പോൾ ഇതിൻ്റെ മുകളിൽ എന്താ വലിയ ശിക്ഷ, തടവ് ശിക്ഷയോ മറ്റോ കൊടുക്കാൻ പറ്റും? ഇല്ല. അതൊക്കെ ഒരു ലെവൽ പ്ലേയിങ് ഗ്രൗണ്ട് ഉണ്ടാക്കാൻ രാഷ്ട്രീയക്കാർ പരസ്പരം ആലോചിച്ചിട്ട് നമ്മൾ ഇന്ന കാര്യങ്ങൾ ചെയ്യില്ല എന്ന് സ്വയം തീരുമാനിക്കുന്ന കാര്യങ്ങളാണ്. ആ സ്വയം തീരുമാനിക്കുന്ന ഒരാൾ ലംഘിച്ചാൽ അത് ലംഘിക്കപ്പെട്ടു എന്നല്ലാതെ എന്താ ചെയ്യാൻ പറ്റുക? അതിനൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പറ്റും എന്ന് അവർ വിചാരിക്കുന്നുണ്ടാകണം. കാരണം ഞങ്ങളാണ് വിജയിക്കാൻ പോകുന്നൊരു പ്രീപോൾ സർവേ ഉണ്ട്, ഫലമുണ്ട് എന്ന് പറഞ്ഞാൽ ചാഞ്ചാടി നിൽക്കുന്ന വോട്ടർമാരുടെ വോട്ട് തങ്ങൾക്ക് കിട്ടും എന്നതായിരിക്കുമല്ലോ അവർ ആലോചിക്കേണ്ടത് സ്വാഭാവികമായിട്ടും. അപ്പോൾ അത്തരം കാര്യങ്ങൾ അവിടെ ഉണ്ട്. രണ്ടാമത്തേത് ഈ മഞ്ജുവിലെ തല്ല്, അതും ഈ പറയുന്ന അവിടെ നടക്കുന്ന മത്സരത്തിലെ തീവ്രത ബോധ്യമാക്കുന്നതാണ്. ഞാൻ വിചാരിക്കുന്നത് അവിടെ ഈ ട്രാൻസ്ജെൻഡേഴ്സ് ആ വോട്ടർ പട്ടികയിൽ ഇല്ല, അതുകൊണ്ട് ഇവിടെ ട്രാൻസ്ജെൻഡർമാർക്കൊന്നും വോട്ടില്ല എന്നൊരു നിലപാടായിരുന്നു BJPക്ക് ഉണ്ടായിരുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷേ ട്രാൻസ്ജെൻഡേഴ്സ് അവിടെ വോട്ട് ചെയ്യാൻ വേണ്ടി വന്നപ്പോൾ അവരെ നിങ്ങളിവിടുത്തെ വോട്ടർമാരല്ല എന്ന് പറഞ്ഞ് തടയുന്ന സാഹചര്യമോ മറ്റോ ഉണ്ടായി. അപ്പോൾ അതിനോട് അവർ തന്നെയും ചോദ്യം ചെയ്യുന്ന നിലയാണുള്ളത്. പിന്നീട് പരിശോധിച്ചപ്പോൾ 8 പേരോ മറ്റോ ആ വോട്ടർ പട്ടികയിലുണ്ട്, 8 ട്രാൻസ്ജെൻഡേഴ്സ് ഉണ്ട്, അവർക്ക് വോട്ട് ചെയ്യാനുള്ള അവകാശമുണ്ടെന്ന് പിന്നീട് ബോധ്യപ്പെട്ടു. പക്ഷേ അതിനകത്ത് ഈ ക്ലാഷൊക്കെ നടന്നിട്ടുണ്ടായിരുന്നു. അത് വെച്ച് ഒരുപാട് കള്ളവോട്ട് ചെയ്തു CPM എന്ന് BJP ആക്ഷേപിക്കുന്ന നിലയുണ്ടായി എന്നാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. ഇത് പൂർണ്ണ വിവരമല്ല, നമുക്കറിയില്ല. BJPയുടെ വാദങ്ങൾ കൂടെ പൂർണ്ണമായിട്ട് കിട്ടിയതിന് ശേഷം മാത്രമേ ഇത് തന്നെയാണോ സംഭവിച്ചത് എന്ന് മനസ്സിലാക്കാനാകുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എന്തായാലും നമുക്ക് അടുത്ത വിഷയത്തിലേക്ക് പോകുന്നതിന് മുമ്പ് മേൽക്കൈ നേടാൻ കയ്യടവും കാലടവും പയറ്റടവും മുതൽ 18 പയറ്റിയാണ് മുന്നണികൾ തദ്ദേശ പോർക്കളത്തിൽ ഒന്നാം ഘട്ടം നിറഞ്ഞാടിയത്. സാമുദായിക സ്വാധീനങ്ങൾ നിർണായക ഘടകമായ തെക്കൻ കേരളം പിടിച്ചാൽ വിജയവഴി തെളിയുമെന്നതാണ് സംസ്ഥാനത്തെ തെരഞ്ഞെടുപ്പുകൾ നാളിന്നോളമുള്ള നടപ്പ് ശീലം. കഴിഞ്ഞ തവണ കംഫർട്ടബിളായ ഭൂരിപക്ഷം കരസ്ഥമാക്കിയാണ് തിരുവനന്തപുരം കോർപ്പറേഷൻ LDF നിലനിർത്തിയത്. അത് കരുതി തന്നെയായിരുന്നു BJPയുടെ മുന്നൊരുക്കം. ഗ്ലാമർ പോരി നടക്കുന്ന കോർപ്പറേഷനിൽ സീറ്റ് ഉയർത്താൻ സംസ്ഥാന അധ്യക്ഷനെ തന്നെ വാർ റൂം ഏൽപ്പിച്ച് BJP ഇറങ്ങി. ശബരിനാഥനെ ഇറക്കി കോൺഗ്രസും കളം നിറഞ്ഞു. വോട്ടെടുപ്പ് തുടങ്ങി 2 മണിക്കൂർ തികയും മുമ്പേ തയ്യാറാക്കിയ തിരക്കഥ പോലെ പ്രീപോൾ സർവേ ഫലം പുറത്തുവിട്ട് മറ്റൊരു വഴിവിട്ട ഓപ്പറേഷൻ താമരയ്ക്ക് ശ്രമിച്ചത് ഒരു മുൻ DGPയാണ്. 2024 പൂരവിവാദം പോലെ ആയിരുന്നോ പ്രീപോൾ സർവേ നാടകമെന്ന് വഴിയെ വെളിവാകട്ടെ. ഏതായാലും വോട്ടെല്ലാം വീണ് കഴിഞ്ഞു. തലസ്ഥാന നഗരി ആരെ തുണച്ചെന്ന് 13-അറിയാം. അന്നറിയാം ആരൊക്കെ വാണെന്നും വീണെന്നും. എല്ലാവരെയും പോലെ അനന്തപുരിയുടെ വിധിയറിയാൻ RDXും രാഷ്ട്രീയ കൗതുകത്തോടെ കാത്തിരിക്കുന്നു. ഇടവേളയിലേക്ക്.